ചില വിദേശ വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയാണ് എത്യോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് എത്യോപ്യ ഒരു വിദേശ നേതാവിന് ഈ ബഹുമതി നൽകുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിന് ഇത് 28ാമത്തെ വിദേശ പുരസ്കാരമാണ് ലഭിക്കുന്നത്. അതായത് വിവിധ രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിനകം തന്നെ അതാത് രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല മുസ്ലിം രാജ്യങ്ങളും ഇതിലുണ്ട്. എന്തായാലും എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് അവിടെ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം, അതിനുശേഷം ഐസൺ ജോസിലേക്ക്. अभी मुझे ग्रेट ऑनर निशान ऑफ इथियोपिया के रूप में इस देश का सर्वोच्च सम्मान प्रदान किया गया है. विश्व की अति प्राचीन और समृद्ध सभ्यता द्वारा सम्मानित किया जाना मेरे लिए बहुत गौरव की बात है. मैं सभी भारतवासियों की ओर से इस सम्मान को पूरी विनम्रता और कृतज्ञता से ग्रहण करता हूं. यह सम्मान उन अनगिनत भारतीयों का है जिन्होंने हमारी साझेदारी को आकार दिया. ഐസൺ ജോസ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, എത്യോപ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ആദ്യമായിട്ട് ആ രാജ്യം ഒരു വിദേശ നേതാവിന് നൽകുകയാണ്. അത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഒരു വിദേശ രാജ്യം പ്രധാനമന്ത്രിക്ക് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുന്നത്. പല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇത്തരം പുരസ്കാരങ്ങൾ, ഇത്തരം ബഹുമതികൾ നൽകിയിട്ടുണ്ട്. ഒപ്പം എത്യോപ്യയിലെ പ്രധാനമന്ത്രിയുടെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ്? എത്രത്തോളം ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്ത് ലഭിച്ചത്? ഐസൺ, തീർച്ചയായും ഗൗതം, പ്രധാനമന്ത്രിക്ക് ലഭിച്ച സ്വീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം തൻ്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആദരവിൻ്റെ ചിഹ്നവും ഉയർത്തിപ്പിടിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞ ഭാരതത്തെ മുൻനിർത്തി പറഞ്ഞ നന്ദി വാക്കുകൾ തന്നെയാണ് എത്യോപ്യയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതമായ ഘടകം എന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നു. ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ എന്ന് പറയുന്ന എത്യോപ്യയുടെ പരമോന്നത ബഹുമതി നൽകിയാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചത്. ഈ ആദരിക്കുന്ന ചടങ്ങ് നടന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, രാജ്യത്തെ, അതായത് ഭാരതത്തിലെ 140-ലേറെ വരുന്ന ജനകോടികൾക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ചരിത്രപരമായ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ മറ്റൊരു പ്രധാന ഘടകം കൂടി ഈ അവാർഡ്, അല്ലെങ്കിൽ ഈ ആദരം ലഭിക്കുന്നു, അല്ലെങ്കിൽ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് എത്യോപ്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെങ്കിൽ എത്യോപ്യൻ പൗരനല്ലാത്ത ആദ്യത്തെ വ്യക്തി കൂടിയാണ് എന്ന പരമോന്നതമായൊരു പ്രത്യേകത കൂടി ഈ ആദരവിനുണ്ട് എന്നതാണ് പ്രത്യേകത. അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഈ അവാർഡ് സ്വീകരിക്കുന്നതിൽ തനിക്ക് അഭിമാനവും സന്തോഷവും അതിലേറെ നന്ദിയുമുണ്ട് എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിയെ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുന്ന ഒരു രീതിയാണ് കാലങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 28ഓളം ബഹുമതികൾ ലഭിച്ചു കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഭാരതത്തിൻ്റേത്. അതായത് ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ പരമോന്നത ബഹുമതി ഭാരതത്തിലാണെങ്കിൽ ഭാരതരത്ന പോലുള്ള പരമോന്നത ബഹുമതി നൽകി ഭാരതത്തെ ആദരിക്കുന്നു, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നു, ലോകം മുഴുവൻ ആദരിക്കുന്നു. സമാനമായ ആദരവ് എത്യോപ്യയിൽ ലഭിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന ഘടകം കൂടി എടുത്തു പറയേണ്ടത്, എത്യോപ്യൻ പ്രധാനമന്ത്രി ആബി അലി അഹമ്മദ് എന്ന് പറയുന്ന എത്യോപ്യൻ പ്രധാനമന്ത്രി എത്തിയത് സ്വയം നേരിട്ട് വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും സ്വയം ഡ്രൈവ് ചെയ്ത കാറിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതൊക്കെ തന്നെ ഏറ്റവും ഊഷ്മളവും സ്നേഹസമ്പന്നവുമായ, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഭാരതത്തെ കാണുന്നു എന്ന സന്ദേശം തന്നെയാണ് നയതന്ത്ര തലത്തിൽ പോലും നൽകുന്നത്. സാങ്കേതികമായി പരിശോധിച്ചാൽ പോലും ഏറ്റവും ഉന്നതമായ രീതിയിൽ പരിഗണിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു ആദരവും സ്വീകരണവും അദ്ദേഹത്തിന് മറ്റേത് രാജ്യങ്ങളിലും ലഭിക്കുന്നത് പോലെ എത്യോപ്യയിലും ലഭിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി തുടർ പരിപാടികൾ, അതായത് എത്യോപ്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അതുപോലെ തന്നെ വിവിധ ചർച്ചകളുണ്ട്. എത്യോപ്യയുമായുള്ള വാണിജ്യ രംഗത്തും വ്യവസായ രംഗങ്ങളിലെല്ലാം തന്നെ സഹകരിക്കുന്നതിനുള്ള വിവിധങ്ങളായ ചർച്ചകളും മറ്റും പുരോഗമിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ
റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും പരമോന്നതമായ ബഹുമതി നൽകി ആദരിച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എത്യോപ്യ പോലുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുക, ആ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ പുരോഗതിക്ക് ഭാരതം ആർജിച്ച പുരോഗതിയുടെ സാങ്കേതിക രംഗത്തും ഡിജിറ്റൽ സാങ്കേതിക വിദ്യാരംഗത്തും മാനേജ്മെൻറ്റ് രംഗങ്ങളിലുമെല്ലാം തന്നെ ഭാരതം ആർജിച്ച സാങ്കേതിക വിദ്യകളുടെയും കഴിവുകളും ആ രാജ്യങ്ങൾക്ക് കൂടി നൽകി മൂന്നാം ലോക രാജ്യങ്ങളുടെ മുന്നണി പോരാളിയായി മാറുക എന്ന വികസിത രാജ്യമായ ഭാരതത്തിൻ്റെ ഒരു ലക്ഷ്യം അതുകൂടി നടപ്പാക്കുകയാണ് ഇതോടുകൂടി. അതാണ് ഒരു ആഗോളതലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശാക്തീകരിക്കുക എന്നതും ലക്ഷ്യം തന്നെയാണ്. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് ഈ രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്നതും ഏറ്റവും സുപ്രധാനമായ ഘടകമായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഗൗതം. ഓക്കെ, എത്യോപ്യയിലെത്തിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ രാജ്യം അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വിദേശ രാജ്യത്തിന്റെ ബഹുമതി പ്രധാനമന്ത്രിക്ക് 28ാമത്തെ തവണയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, എത്യോപ്യയിൽ ഉജ്ജ്വലമായ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നു. ഐസണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.